ഗർഭിണിയായ വിവരം വീട്ടുകാർ പോലും അറിയാതെ സൂക്ഷിച്ച യുവതി ഒടുവിൽ ആരും അറിയാതെ പ്രസവിക്കുക. വിവരം പുറത്തറിയാതിരിക്കാൻ നവജാത ശിശുവിനെ ശ്വാസം മുട്ടിച്ച് അരുംകൊല ചെയ്യുക. തിരുവനന്തപുരം മാര്യങ്കോട്ട് നിന്നാണ് പെറ്റമ്മ ചെയ്ത കൊടും ക്രൂരതയുടെ ഈ വാർത്ത വരുന്നത്. ഗർഭിണി എന്ന വിവരം ഭർത്താവിൽ നിന്ന് പോലും മറച്ചുവെച്ചതും കുഞ്ഞിന്റെ ദേഹത്തു കണ്ട മുറിവുകളും തുടക്കത്തിലെ പല സംശയങ്ങളും ഉയർത്തിയിരുന്നു. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണം കൊലപാതകമെന്ന വിവരം പുറത്തുവരുന്നത്. ഇതോടെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പിന്നാലെ അമ്മയ്ക്കെതിരെയും കേസ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഷംന എന്നൊരു സ്ത്രീ, 2 വയസ്സുള്ള ഒരു കുട്ടിയുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ അടുത്തൊരു കുട്ടിയെ പ്രസവിച്ചിട്ട് അവർ ആ കുട്ടിയെ കൊന്ന് കട്ടിലിൻ്റെ അടിയിൽ വെച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ കേരള സമൂഹം വലിയ രീതിയിൽ കൊണ്ടാടുന്ന ഒരു വിഷയമാണ്. ഇന്ന് അവൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മുന്നിൽ ഒരു വലിയ കുറ്റവാളിയാണ്. ഈ വിഷയം കേരള സമൂഹം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്? വലിയ അധികം പ്രായമൊന്നുമുള്ള കുട്ടിയല്ല ഈ ഷംന. കണ്ടിട്ടൊരു 10, 20, 22, 23 വയസ്സിൽ കൂടുതലൊന്നും ഉള്ളതാണെന്ന് തോന്നുന്നില്ല. ഈ സ്ത്രീക്ക് എന്തുകൊണ്ടിത് ചെയ്യേണ്ടി വന്നു? ഈ സ്ത്രീ മാത്രമാണോ ഇത് ചെയ്തതിന് കുറ്റവാളി? വേറെ ആരെങ്കിലും കൂടി ഇതിനകത്ത് കുറ്റവാളിയായിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. നമുക്കറിയാം, ഒരു കുട്ടിയെ ഗർഭം ഒരു 5-10 മാസം കൊണ്ട് നടന്ന് അതിനെ പ്രസവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കഠിനമായ അധ്വാനമുള്ള ഒരു പണിയാണ്. ആ ഒരു പണി ചെയ്തിട്ട് സ്വന്തം നഷ്ടം തന്നെയാണ് വരുത്തുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ആ സ്ത്രീയെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ആരാണ്? അവളെ കുറ്റം പറയാൻ 1000 പേരുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിലെ കാരണം അന്വേഷിക്കാൻ ഒരാൾ പോലുമില്ല. ഇവിടെ ചില സംശയങ്ങൾക്ക് ഉള്ള വഴികളുണ്ട്. ഒന്നാമത്, ഇവളുടെ ഭർത്താവ് ഈ വിഷയം അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. കൂടെ താമസിക്കുന്ന ഭർത്താവാണെങ്കിൽ 10 മാസം ഗർഭിണിയായ ഒരു ഭാര്യയെ തിരിച്ചറിയാതിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. രണ്ടാമതൊരു കുട്ടി ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അത് ഒളിച്ചു പിടിക്കേണ്ടി വന്ന സാഹചര്യം, അതും വളരെ സംശയജനകമാണ്. അതിനുപരിയായിട്ട് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ, അൺവാണ്ടഡായിട്ടുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ അബോർഷൻ ചെയ്ത് കളയാറുണ്ട്, കുട്ടികൾക്കിടയിൽ ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ എന്തുകൊണ്ട് ഇവർ ചെയ്തില്ല, ഈ കുട്ടിയെ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. ഇനി കുറച്ച് പേര് കമൻറ്റ് പറയുന്നുണ്ട്, എത്രയോ പേരൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, പ്രസവിച്ചാർക്കെങ്കിലും കൊടുത്താൽ മതി പോരായിരുന്നോ എന്ന്. അതിവിടെ സാധ്യമാണോ? അതിൻ്റെ പുറകിൽ വരില്ലേ, പ്രസവിച്ച് കൊച്ചിനെ വിറ്റു, അല്ലെങ്കിൽ കൊച്ചിനെ വളർത്താൻ വയ്യാത്തതുകൊണ്ട് എന്തിനാ പ്രസവിച്ചത്, അതുകൊണ്ട് സമൂഹം അവളെ വെറുതെ വിടുമോ? ഇവിടെ ആവശ്യക്കാർക്ക് വേണ്ടത് കിട്ടാനൊരു സാധ്യതയില്ല. ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷേ അവർക്ക് കിട്ടാനൊരു സാധ്യതയില്ല. വേണ്ടാത്തത് കളയാനൊരു അവകാശമില്ല. ഇങ്ങനെ സ്വന്തം ശരീരത്തിൽ സ്വയം നിർണയാവകാശം സ്ത്രീകൾക്കില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. നിരപരാധിയായിട്ടിരിക്കെ തന്നെ കുറ്റവാളികളാക്കപ്പെടുന്നുണ്ട്. കുറ്റവാളിയെ കുറ്റം ചെയ്യാൻ നിർബന്ധിതമാക്കപ്പെടുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഇങ്ങനെ സ്ത്രീകളായിട്ട് നിരന്തരം തീക്കുണ്ടത്തിൽ ഇടുന്നത് ശരിയായ ഒരു കാര്യമല്ല. ഇതൊക്കെ പഠനം വേണ്ട കാര്യങ്ങളാണ്. ഈ സിസ്റ്റം, ഈ നടന്നു പോകുന്ന സിസ്റ്റം, ഇത് ശരിയാണോ? ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണോ? ഇതൊക്കെ വളരെ ഗൗരവമായ പഠനം വേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ നിരന്തരം കുറ്റവാളികളാക്കി സ്ത്രീകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും ശരിയല്ല.